മഹാനായ സമസ്തയുടെ ട്രഷറായിരുന്ന പാറന്നൂർ ഉസ്താദ്, അള്ളാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഇന്ന് CM മക്കാമിൽ പോകുമ്പോൾ ഉസ്താദിന്റെ പ്രിയപ്പെട്ട മകൻ അവിടുത്തെ ഖതീബ, എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഉസ്താദിന്റെ വീട്ടിൽ പോയപ്പോ എന്റെ ഒരു അനുഭവം പറയാം. ഉസ്താദിന്റെ വീട്ടിൽ ഞാൻ പോകുമ്പോ ഒരു കയറിങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പൊ ഇത് കണ്ടപ്പോ ഞാൻ ചോദിച്ചു, എന്താണ് ഇതെന്തിനാ ഈ കയറിങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്? അപ്പൊ പറഞ്ഞത്, വാപ്പ ഈ കയറി പിടിച്ചിട്ടാ നിന്ന് നിസ്കരിക്കുക. എഴുന്നേക്കാൻ വരാതെ വരുമ്പോ നിസ്കരിക്കുന്ന സമയം എഴുന്നേക്കുമ്പോ ഈ കയറി പിടിച്ചിട്ട് ഇങ്ങനെ എഴുന്നേക്കും. അപ്പൊ മകൻ ചോദിച്ചു അത്രേ, കസേരയിലിരുന്ന് നിസ്കരിച്ചൂടെ? വാപ്പ കസേരയിലിരുന്ന് നിസ്കരിച്ചുകൂടെ? അപ്പൊ വാപ്പ മകനോട് ചോദിച്ചു അത്രേ, ആ ഹദീസ് നീ എവിടാ പഠിച്ചേന്ന്? സുജൂദ് ചെയ്യുന്ന പ്രതിഫലം കിട്ടുന്ന ഇങ്ങനെ നിസ്കരിച്ചാൽ എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചു എന്ന് എന്നോട് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാധാരണ ഒരാളൊന്നുമല്ല പാറന്നൂർ ഉസ്താദ്. മരിക്കുന്നതിന്റെ തലേ ദിവസം തന്റെ വീടിന്റെ മുൻഭാഗം മുഴുവനും വൃത്തിയാക്കി. അപ്പൊ മക്കള് ചോദിച്ചു, എന്തേ വാപ്പ കല്യാണം വല്ലതും ഉണ്ടോ? അതൊക്കെ മനസ്സിലാവുമെന്ന്. വീടൊക്കെ വൃത്തിയാക്കി, വീടിന്റെ മുൻഭാഗം മുഴുവനും വൃത്തിയാക്കി. തന്റെ ഭാര്യയോട് പറഞ്ഞ് എന്നെ കുളിപ്പിക്കാൻ. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ദിക്റും ദുആയൊക്കെ ചെയ്ത് മരണപ്പെട്ടു പോയ മഹാനാണ്. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, നീ നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ തറയിലിരുന്ന് നിസ്കരിക്ക്. അള്ളാഹുടെ മുമ്പിൽ സുജൂദ് ചെയ്യ്. ഒരു സുജൂദെങ്കിലും നീ ഒന്ന് പരിശ്രമിക്ക്.